ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം പിന്നെ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അത് പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കി നിൽക്കുക കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പെട്രോൾ അടിക്കാൻ നിന്ന്, എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചെങ്കിൽ പിന്നെ വണ്ടി പോകില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ 120 രൂപയ്ക്ക് അവിടെ കിടക്കട്ടെ പെട്രോൾ പറഞ്ഞിട്ട് 120 രൂപയ്ക്ക് പെട്രോളും അടിച്ച് ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഒന്നും ഇല്ല, ഇപ്പം കുറവാണ്. അപ്പോൾ പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വിചാരിച്ചു മഴക്കാറുണ്ടാവും, പക്ഷേ ഞങ്ങൾ കോട്ടൊക്കെ എടുത്ത് നല്ല സേഫ്റ്റിയിൽ വെച്ചിട്ടുണ്ട്, മഴ വന്നു കഴിഞ്ഞാൽ ഇടാലോ എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ പിന്നെ പോകുന്ന സ്ഥലം മൊത്തം ഭയങ്കര സീനറിയാണ്. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് നല്ല ഒരു ആപത്തും ഉണ്ടാവും എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾ എന്നാലും പോവുകയാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സീനറി ഇങ്ങനെ കണ്ടു പോവാണ് കേട്ടോ. നിങ്ങളും കണ്ടോലെയാ. അപ്പോൾ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴ കണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ പുഴ കൂടെ ഇങ്ങനെ പോയി, നല്ല സീനറിയാണ്, അടിപൊളിയല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയി 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 ഇങ്ങനെ വഴി വെച്ച് ഇങ്ങനെ തങ്ങൂലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഈ പുഴ കഴിഞ്ഞ് ആ പാലം അങ്ങോട്ട് കടന്ന് തുടങ്ങി മഴ. അപ്പോൾ പിന്നെ വേഗം മഴയത്ത് അങ്ങ് കോട്ടൊക്കെ എടുത്തിട്ട്, കോട്ട ഇടുമ്പോഴേക്കും പകുതി നനഞ്ഞ്. ഈ നനയലൊന്നും കാണണ്ട, ഞങ്ങൾ അതിന് മുന്നേ നനഞ്ഞു പോയി. അപ്പോൾ പിന്നെ നനഞ്ഞ സ്ഥിതിക്ക് ഏതായാലും നമ്മൾ പോവാ വെച്ചിട്ട്, മോനാണെങ്കിലും ഉണർന്നില്ല. ഋതുവിന് എന്തൊരു ഉറക്കാന്ന് ആർക്കറിയാം, മഴ പെയ്തിട്ട് പോലും ഉണർന്നില്ല. കോട്ടിട്ടൊടുത്ത് മഴ പെയ്ത് എന്നിട്ട് നല്ല ഉറക്കം. അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇട്ടിട്ടുള്ളത് ഐലൈനറും പിന്നെ ഒരു ലിപ്സ്റ്റിക്കുമാണ്, അതും പകുതി പോയി. അപ്പോൾ ഞങ്ങൾ എത്താനുള്ള സ്ഥലത്ത് എത്തിട്ടോ, ബിൽ ഷോപ്പർ ഇവിടേക്കാണ് വന്നത്. ഞങ്ങൾ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. പിന്നെ അടുത്ത ഇതിൽ പറയാം ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ എത്തിയ ശേഷം നോക്കുമ്പോൾ ഉണ്ട് സാധനം കഴിഞ്ഞ്. ഞങ്ങൾ വന്ന ഒരു ഓഫർ കണ്ടിട്ടാണ് വന്നത്, ആ ഓഫറൊക്കെ കഴിഞ്ഞ് സാധനം കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ഏതായാലും വന്നതല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ചമ്മിപ്പോയി ഗൈസ്. വന്നിട്ട് നോക്കിയിട്ട് ചമ്മിപ്പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഏതായാലും മഴ ഒന്നും നിന്നില്ല. എന്നിട്ട് ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ട് അങ്ങോട്ട് റൈഡറായി പോവാന്ന് വെച്ചത്. അപ്പോൾ റൈഡർ വർഷയും കണ്ണാപ്പിയും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. അതിൻ്റെ കുട്ടിയുണ്ടോ അതിന് മറന്നുപോയി. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഋതു വന്നിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഋതുവിനോട് ഇങ്ങോട്ട് നോക്കടാ എന്ന് പറഞ്ഞ് നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി, ഇറ്റിക്ക് വേറെ പനിയൊന്നുമില്ല വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോയി ഫെറോക്കിലെത്തിട്ടോ. ഫെറോക്കിൽ എന്താ കാര്യം നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഏതായാലും പോയ സ്ഥലത്ത് എന്തായാലും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഫെറോക്ക് പോയി അവിടെ മൊബൈൽ നോക്കാമെന്ന് വെച്ച്, ഞങ്ങൾ മൊബൈൽ നോക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ പിന്നെ മൊബൈൽ നോക്കാമെന്ന് വെച്ച്, അപ്പോൾ മൊബൈലിൽ നോക്കി എവിടേക്കാണ് പോയി, ഫെറോക്ക് മൈജിയിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ മൈജിയിൽ പോയി ഇങ്ങനെ കറങ്ങി ഞങ്ങൾ ഇങ്ങനെ ചുറ്റി ഓരോ ഫോണിൻ്റെയും റേറ്റ് ചോദിച്ച് EMI ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പാവ ഈ ചേച്ചി വന്ന തൊട്ട് തുടങ്ങിയതാണ് അടിക്കലും തുടക്കണം. പാവ അതിന് ഒരു ഒഴിവില്ല. എന്നാലും ചീച്ചലിൻ്റെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി ഒരു മഴയാണ്. ആരുടെ മുഖം നോക്കി ഇറങ്ങി ആർക്കറിയാം, നല്ല മഴയായിന്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവനെ നോക്കുമ്പോണ്ട് ഇവൻ ഒരു ബ്ലൂടൂത്ത് കണ്ടിട്ട് ഇങ്ങനെ ഓടുകയാണ്. ബ്ലൂടൂത്ത് കണ്ട് ഓടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിട്ടവർ. അപ്പോൾ ആ പാട്ടും കണ്ട് പിന്നാലെ പോവുക, ആ ബ്ലൂടൂത്ത് എവിടെയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബ്ലൂടൂത്തും കണ്ടുപിടിച്ച് അവൻ അവിടെ നിന്ന് ഇത് തന്നെയായിരുന്നു. പിന്നെ ഓൻ്റെ അടുത്ത് ബ്ലൂടൂത്തും കൊണ്ടുവന്ന് വെച്ച് ഓണാൻ കളിച്ച് അങ്ങനെ നടക്കേനി ഇവൻ. ഏതായാലും ഈ കുർത്തക്കേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്ത്, ഓന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് അത് പാട്ടിടുകയും ചെയ്തു, ഓന് ഏൻഷയൊക്കെ ചെയ്ത് ഓരൊക്കെ ഫ്രണ്ടായി പോയി. അപ്പോൾ പിന്നെ എന്ത് പറയാനാ. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഏട്ടൻ അവിടെ നിന്ന് എല്ലാവരോടും സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു തരികയാണ്. ഇതാണ് മൈജി കെയർ, ഓർ അവിടെ തന്നെ സർവീസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നോക്കി ലാസ്റ്റിൽ ഞങ്ങൾ ഒരു സാധനം എടുത്ത് വാങ്ങാൻ വന്നത് ഫോണാണ്, ഞങ്ങൾ വാങ്ങിയത് ബ്ലൂടൂത്താണ്. ഏതായാലും ഋതുയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ബ്ലൂടൂത്ത് എടുത്ത്, സ്പീക്കറാണ് കേട്ടോ, ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ പിന്നെ ഇത് TV-യിലും കണക്ട് ചെയ്യാം, നമുക്ക് DJ പാട്ടും വെക്കാം, അങ്ങനെ നമ്മൾ മൈക്കും വെച്ചും സംസാരിക്കാം, അങ്ങനെ കുറേ പാട്ട് പാടാം, നമുക്ക് അത് ട്രോളിയായിട്ട് ഇങ്ങനെ വലിച്ചും കൊണ്ടുപോവാം. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നോക്കി അത് ഓപ്പൺ ചെയ്യുന്നതും ഓരോ അത് പ്ലേ ഒക്കെ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഋതുവിനാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യേനി.
ദാ 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 കണ്ടില്ലേ, പാക്ക് ചെയ്യാൻ അതും കൂടി സമ്മതിക്കില്ലേ. എത്തി നോക്കി എന്താ അത്, എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടിങ്ങനെ. പിന്നെ ആ ചേച്ചീനെ കണ്ട് അങ്ങോട്ട് നോക്കി നിന്ന്. പിന്നെ ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് വാങ്ങിപ്പോന്ന്. ഇനി എന്താ പറയണ, ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു മിഠായി ചോദിച്ചു കഴിഞ്ഞാൽ 10-14 ദിവസം കയ്യും കാലും പിടിച്ചാലാണ് ആ മിഠായി കിട്ടുക. ഇവള് നോക്കി ഓൻ കണ്ട് കളിക്കുമ്പോഴേക്കും ഓന് കിട്ടി. എനിക്ക് വയ്യ. പിന്നെ ഞങ്ങള് ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയും ആയിരുന്നു. അത് ആ ബൈക്കിൽ കൊണ്ടുവരാനും കഴിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഏട്ടൻ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തി. അപ്പോൾ പിന്നെ ഒരു സർപ്രൈസ് ആയി. ഇവിടെ പറയേ വേണ്ടല്ലോ, ഇത് വല്ലാത്തൊരു സാധനം തന്നെയാണ്. പിന്നെ തുറക്കുന്ന വരെ മക്കള് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ആശിച്ച് ഏട്ടനും ആയിരുന്നു കേട്ടോ നല്ല പൂതി ഉണ്ടായിരുന്നു ഏട്ടന് ഇത് വാങ്ങണമെന്ന്. പിന്നെ അമ്മേനെ പെട്ടെന്ന് വിളിച്ച് അമ്മേനോട് ചോദിച്ചു ഇതെന്താ സാധനം, അമ്മ പറയുക പറഞ്ഞിട്ട്. അമ്മ പറയാ അമ്മ നൈറ്റി, വാഷിംഗ് മെഷീൻ ഒന്നുമല്ല. പെട്ടെന്ന് ഒരു നൈറ്റിയോ ചുരിദാറാ. ഞാൻ പറഞ്ഞു ഇത് കണ്ടിട്ട് നൈറ്റി ചുരിദാർ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്. അപ്പൊ പിന്നെ ഞങ്ങള് പൊളിക്കാൻ നിന്ന്. അപ്പോൾ അമ്മേനോട് ലാസ്റ്റ് ചോദിച്ചപ്പോൾ പൊളിക്കുന്നതിന് മുന്നേ പറഞ്ഞു ചിലപ്പോൾ ഇതായിരിക്കുമോ എന്നുള്ള ഒരു സംശയത്തിൽ അമ്മ അത് പറയുകയും ചെയ്തിട്ടോ കറക്റ്റ്. അപ്പോൾ കൺഗ്രാറ്റ്സ് അമ്മ, ഇത് അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ ഒരു ഗായികയാണ്, അടിപൊളി പാട്ടുകാരിയാണ്. അപ്പോൾ പിന്നെ ഇതിലൊരു മൈക്കും കൂടി ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ പിന്നെ മൈക്കും കൂടി ഉണ്ട്, DJs വെക്കാം. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും തുള്ളിച്ചാടുക. എന്താ വെച്ചാൽ ഏട്ടനും ഇഷ്ടമാണ് ഇത് വാങ്ങാൻ, റിതുവിനും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും യൂസുള്ള സാധനം തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകുന്ന സാധനം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഒരു യൂസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങി അമ്മേനോട് പറഞ്ഞു ഇതിൽ മൈക്കുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അമ്മയുടെ കണ്ടില്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം സന്തോഷത്തെ നമ്മൾ വന്നിട്ട് വീണാക്കരുത് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഞാൻ സ്പീക്കർ ഇങ്ങനെ ഇട്ട് ഓണാക്കിയിട്ട് മറ്റേ മൈക്ക് കയ്യിൽ കൊടുത്തിട്ടോ. പിന്നെ അമ്മ മൈക്കിൽ പാടാൻ തുടങ്ങിട്ടോ. അപ്പോൾ പാട്ട് കാണിച്ചു തരാം. എന്നൊരു ചിത്രചാതുരി കാട്ടിലും കന്ദച്ചാരു കളമാലകളക്കരേശ്മീരു നീട്ടിയും ഇന്ത്യയാമണി മന്ദിരത്തിൽ വീണങ്ങുമീശോ നീ വാഴ്ത്തുവിൻ. അപ്പോൾ അമ്മയുടെ പാട്ട് കഴിഞ്ഞ ശേഷം ആരുനെ പാടാൻ പറഞ്ഞു. അപ്പോൾ ആരുന് ഭയങ്കര നാണായിട്ട് ഋതുവിനോട് ഇങ്ങനെ പാടാം. അവൻ എന്തോ തിന്നാനുള്ള സാധനം വന്നിട്ട് വായിൽ ഇങ്ങനെ തരിക. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ അമ്മയും ആരും കൂടി നല്ല പാട്ടൊക്കെ പാടി നല്ല അടിച്ച് പൊളിച്ച്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ TV-യിൽ കണക്ട് ചെയ്ത് പിന്നെ TV സ്പീക്കറാക്കി അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും നന്നായി ഇഷ്ടപ്പെട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൻ ഒക്കെ മറക്കണ്ട. ടാറ്റ ബൈ.